ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ തന്നെ അതൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ പിന്നെ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാന്ന് കരുതി. വീട്ടിൽ വന്നാൽ പിന്നെ ഞാൻ അങ്ങനെ പണിയൊന്നും എടുക്കാറില്ല കേട്ടോ. രാവിലെ എപ്പോഴെങ്കിലും എഴുന്നേൽക്കും, ഫുഡ് കഴിക്കും, മോൾക്ക് കൊടുക്കും, ജോലി ചെയ്യും, പിന്നെ കുറച്ചു നേരം വെറുതെ കിടക്കും. ഇതൊക്കെ വീട്ടിലാണെങ്കിലല്ലേ പറ്റൂ. ചേച്ചി കൂടെ വന്നാ പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ കാര്യം കൂടി അവള് നോക്കേണ്ടി വരും. വരുന്നതിന് മുമ്പ് അതുകൊണ്ട് അവള് പറയാറുണ്ട്, അതുണ്ടാക്കി തരണം ഇതുണ്ടാക്കി തരണം എന്നൊക്കെ പറയാനാണെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ല എന്ന്. അതൊക്കെ ഞാൻ ഓക്കെ പറയും. വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഓർമ്മയുണ്ടാവില്ല എന്ന് മാത്രം. ഇന്നും അതുപോലെ തന്നെ. ദേ, അച്ഛൻ ചക്കയൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. ചേച്ചി പുഴുക്കിനരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നുമുണ്ട്. പുഴുക്കുണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ. മിക്സി ഉണ്ടെങ്കിലും അരപ്പൊക്കെ കല്ലിൽ തന്നെ അരച്ചാലേ ആ ടേസ്റ്റ് കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് അതാണ് ഇഷ്ടം. എത്ര സമയമില്ലെങ്കിലും അമ്മ അങ്ങനെ തന്നെ ചെയ്യൂ. പുഴുക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കറി. പോർക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ. പോർക്ക് അങ്ങനെ എപ്പോഴും വാങ്ങാറില്ല കേട്ടോ. നല്ല പോർക്ക് കിട്ടുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒരു പ്രത്യേക രസം ഉണ്ടാകൂ. ഈ പോർക്ക് അങ്കമാലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ചേച്ചിയൊക്കെ വരുമ്പോ അവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. അങ്കമാലിയിലെ പോർക്ക് സ്പെഷ്യൽ ആണല്ലോ. അത് ചേച്ചിയുടെ വകയാണ്. കുക്കിംഗ് കാര്യത്തിൽ അമ്മയും ചേച്ചിയും ഒക്കെ വലിയ കില്ലാടികളാണ്. ഞാനെല്ലാം കണ്ടിട്ട് ദേ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അടുപ്പിലുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും ഗ്യാസിൽ കിട്ടില്ലെന്നാണ് അമ്മ പറയാറുള്ളത്. ഇവിടെ ഒട്ടുമിക്ക കറികളും അടുപ്പിലാണ് വെക്കാറുള്ളത്. അതാണ് ശീലം. ഇപ്പൊ പിന്നെ ഗ്യാസിന്റെ വിലയുടെ പ്രശ്നം കൂടി ഉള്ളത് കൊണ്ട് അതും ഒരു ലാഭം തന്നെയാണ്. പറഞ്ഞിരുന്നപ്പോഴേക്കും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചക്കപ്പുഴുക്കും കുറച്ച് പോർക്ക് കറിയും കൂട്ടി കഴിക്കട്ടെ. ഹോ, ഇതൊരു വല്ലാത്ത കോംബോ തന്നെയാണല്ലേ. ചക്കപ്പുഴുക്കും പോർക്ക് കറിയും ഇഷ്ടമുള്ളവർ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നത് ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല, കൂടെ കഴിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അതിന് കൂടുതൽ രുചി വരുന്നതെന്നാണ്. എങ്കിൽ പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.